ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്ന ജനങ്ങൾ ആണ് മലയാളികൾ. നമ്മുടെ ഒരു ദിവസത്തെ കൂലി പരിശോധിച്ചാൽ അത് മനസ്സിലാകുകയും ചെയ്യും. പൊതുവിൽ രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളിലെ സ്കിൽഡ് ലേബേഴ്സിന് ലഭിക്കുന്ന കൂലി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ദിവസക്കൂലി എന്നത് വളരെ ഉയർന്നു നിൽക്കുന്നു എന്നത് വസ്തുതാപരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പലരും കേരളത്തിൽ ജോലി തേടി എത്തുന്നത്. അങ്ങനെ നമ്മുടെ ദിവസക്കൂലിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാർ അടക്കം ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. പുറത്തെ കൂലി പലതിനും പലതാണ് എങ്കിൽ പോലും ആ കൂലിയുടെ കണക്കുകളിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ ഒരു വിഭാഗം ആളുകളുടെ ദിവസക്കൂലി വർദ്ധിപ്പിച്ചു. അതായത് വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ആളുകളുടെ കൂലിയാണ് വർദ്ധിപ്പിച്ചത്. ഈ കൂലി വർധനയുടെ ഉത്തരവ് പുറത്തിറങ്ങുകയും ഈ കൂലി വർധനവിൻ്റെ കണക്കുകൾ മാധ്യമങ്ങളിൽ അടക്കം പുറത്തുവരികയും ചെയ്തതോടുകൂടി സോഷ്യൽ മീഡിയ വലിയ തോതിൽ ആണ് ഈ വിഷയത്തെ ചർച്ച ചെയ്യുന്നത്. അതായത് താമസ സൗകര്യവും ഭക്ഷണവും ലഭിച്ച ശേഷം പിന്നീട് എത്ര തുകയാണ് കൂലിയായി ലഭിക്കുന്നത് എന്നതാണ് ഇപ്പോഴത്തെ ചർച്ച. ആ ചർച്ചയിലേക്ക് കടക്കുന്നതിനോട് ഒപ്പം തന്നെ നിരവധി ട്രോളുകളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ സർക്കാരിൻ്റെ ഈ തടവിന് സോഷ്യൽ മീഡിയ നൽകുന്ന ട്രോളുകൾ നിരവധിയാണ്. അങ്ങനെ സമൂഹ മാധ്യമങ്ങൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ പൊതുസമൂഹം ഒന്നടങ്കം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എന്താണ് ഇതിൻ്റെ വസ്തുത എന്നതാണ് ന്യൂസ് ടെൻസ് ഒന്ന് പരിശോധിച്ചു പോകുന്നത്. യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ ഈ ജയിലിൽ കിടക്കുന്ന ആളുകളെ തലോടുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായത് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഞാൻ അതിലേക്കാണ് പോകുന്നത്. നിലവിൽ ഈ ഡേറ്റകൾ നമുക്കൊന്ന് പരിശോധിച്ച് താരതമ്യം ചെയ്തു പോകുമ്പോൾ അങ്ങനെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. സർക്കാർ കൃത്യമായി ഈ ജയിലിൽ കഴിയുന്നവരെ തലോടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നതാണ്. അതായത് ജയിൽ ശിക്ഷ അനുഭവിച്ച് തടവിൽ കഴിയുന്ന ആളുകൾ അവർ ജോലികൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതിൽ ഈ കഠിന തടവിന് വിധിക്കപ്പെടുന്ന ആളുകളാണ് നിർബന്ധമായും ജോലി ചെയ്യേണ്ടത്. മറ്റുള്ളവർക്ക് അത് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോഴിതാ അങ്ങനെ തടവ് ശിക്ഷ അനുഭവിക്കുന്ന ആളുകളുടെ ഏറ്റവും ഉയർന്ന വരുമാനം ദിവസക്കൂലി എന്നത് 620 രൂപയാക്കി സംസ്ഥാന സർക്കാർ ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ജയിലിലാണ് വാസം എന്നതുകൊണ്ട് തന്നെ താമസം ലഭിക്കുന്നു. ജയിലിലെ മെനു അത് ക്രമീകരിച്ചതൊക്കെ നമുക്കറിയാം. ഓരോ ദിവസവും ഓരോ മെനുവാണ്. മികച്ച പോഷകാഹാരങ്ങൾ ഉൾപ്പെടുന്ന മെനുവാണ്. മാംസാഹാരവും മത്സ്യവുമൊക്കെ ഉൾപ്പെടുന്ന മെനുവാണ് ഇപ്പോഴത്തേത് എന്ന് നമുക്കറിയാം. ഇതിനോട് ഒപ്പം തന്നെ ദിവസം 620 രൂപ കൂലി എന്ന നിലയിലേക്ക് ഉയർന്നിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഇവിടെ നമുക്ക് മറ്റ് ഡേറ്റകൾ കൂടി ഒന്ന് പരിശോധിച്ചുകൊണ്ട് തന്നെ വേണം ഇപ്പോഴത്തെ ഈ 620 രൂപയെ ഒന്ന് താരതമ്യം ചെയ്യാൻ എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് ഈ ജയിൽവാസം അനുഭവിക്കുന്ന ആളുകളിൽ തന്നെ വ്യത്യസ്തമായ കാറ്റഗറിയിൽപ്പെട്ട ആളുകളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഠിന തടവ്. പ്രേക്ഷകർക്ക് എളുപ്പത്തിൽ ഓർക്കുന്നതിന് നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി ഉൾപ്പെടെയുള്ളവർക്ക് 20 വർഷത്തെ തടവാണ് വിധിച്ചിട്ടുള്ളത്. അത് കഠിന തടവ് കൂടിയാണ്. ഈ ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള ഒരു സംവിധാനമാണ് ഈ കഠിന തടവ് എന്നത്. സാധാരണ തടവിൽ നിന്ന് വ്യത്യസ്തമായി അതിൻ്റെ ഭാഗമായി കുറച്ച് കായികമായി ബുദ്ധിമുട്ടുള്ള ജോലികൾ ചെയ്യുക, അതൊക്കെ പുതിയ കാലഘട്ടത്തിന് നിരക്കുന്നതാണോ എന്നത് സംബന്ധിച്ച സംശയമൊക്കെ ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നിർബന്ധിതമായി അവർ ഈ ജോലി ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മേഖലകളിലെ വിദഗ്ധ തൊഴിലാളികൾക്ക് ആണ് 620 രൂപ ഒരു ദിവസം വേതനമായി നൽകുന്നത്. വിദഗ്ധ തൊഴിലാളികൾ അല്ലാത്ത അർദ്ധവിദഗ്ധ തൊഴിലാളികൾക്ക് ദിവസത്തെ വേതനം എന്നത് 620 രൂപയല്ല, അവർക്കൊരു ദിവസം 560 രൂപ നൽകും. ഇനി അവിദഗ്ധ തൊഴിലാളികൾ ആയിട്ടുള്ളവർ അവർക്ക് 530 രൂപ എന്നതാണ് ഇപ്പോഴത്തെ കൂലി എന്നതാണ്. നമുക്ക് ഈ സിനിമകളിൽ ഒക്കെ ഈ ജയിലിനകത്തെ കാര്യങ്ങൾ അങ്ങനെ കൃത്യമായൊന്നും പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകില്ല. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ പല ജയിലുകളിലും ജയിൽ ചപ്പാത്തി കിട്ടും, ജയിലിൽ നിന്നുള്ള ചിക്കൻ കറി കിട്ടും, വെജ് കുറുമ കിട്ടും, കോളിഫ്ലവർ കറി കിട്ടും, അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. ഇതെല്ലാം ഈ തൊഴിലാളികളാണ്, ജയിലിലെ തടവുകാരാണ്, അവരാണ് ഇത്തരം ജോലികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വലിയ വൈദഗ്ധ്യമൊന്നും ഇല്ലാത്തവർക്ക് പോലും 530 രൂപ ഒരു ദിവസം ലഭിക്കും എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് എന്തായിരുന്നു ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു കൂലിയുടെ സ്ട്രക്ചർ എന്നതാണ്. ഈ സെൻട്രൽ ജയിലിലെ തടവുകാർക്ക് ഇതിനു മുമ്പ് ലഭിച്ചിരുന്ന കൂലി എന്നത് 63 രൂപ ആയിരുന്നു എന്നതാണ്. അതിൽ തന്നെ കൂടിയ കൂലി എന്നത് 168 രൂപ എന്നതായിരുന്നു. തുറന്ന ജയിലുകളിൽ ഉള്ള ആളുകളുണ്ടല്ലോ, തുറന്ന ജയിലുകളിൽ തടവ് അനുഭവിക്കുന്ന ആളുകൾ, അവർക്ക് 230 രൂപ ആണ് ഒരു ദിവസം കൂലിയായി ലഭിച്ചിരുന്നത്. അതായത് ഇതിനു മുമ്പ് ഈ സർക്കാർ ഈ പരിഷ്കാരം നടപ്പിലാക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു ദിവസത്തെ കൂലി എന്നത്
ഏറ്റവും ഉയർന്നത് 230 രൂപയായിരുന്നു എന്നതാണ് ഇപ്പോൾ 620 രൂപയിലേക്ക് ഉയർന്നിട്ടുള്ളത്. ഇനി ഇങ്ങനെ കൂലി ലഭിക്കുമ്പോൾ ആ കൂലി ചെലവാക്കുന്നതുമായി ബന്ധപ്പെട്ടും നിബന്ധനകളുണ്ട്. അതിൽ തന്നെ എത്ര രൂപയാണോ കൂലിയായി ലഭിക്കുന്നത്, വേതനം ലഭിക്കുന്നത്, അതിൽ 25% തുക, എനിക്ക് 100 രൂപ ലഭിക്കുന്നുവെങ്കിൽ അതിൽ 25 രൂപ നമുക്ക് ക്യാൻറ്റീനിൽ ചെലവാക്കാം. ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾക്ക്, ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് 25% ഇതിനോടൊപ്പം തന്നെ ഭക്ഷണ ആവശ്യങ്ങൾക്കുമൊക്കെയായി ക്യാൻറ്റീനിൽ ചെലവഴിക്കാം. ബാക്കി 50% തുക എത്ര രൂപയാണോ തുകയായി ലഭിക്കുന്നത്, ഇപ്പോൾ ഒരു തടവുകാരൻ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് തുകയുടെ 50% വീട്ടിലേക്ക് അയക്കാം. ഈ തുകയാണ് ചെലവാക്കാൻ പറ്റുന്ന തുക. 25% ക്യാൻറ്റീനിലും 50% വീട്ടിലേക്കും. ബാക്കിയുള്ള തുക ഒരു അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നു എന്നതാണ്. ഇത് ഈ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് മോചിതരാകുമ്പോൾ മാത്രമായിരിക്കും ഈ തുക ലഭിക്കുക. ഇനി എന്തുകൊണ്ടാണ് ഇത് ട്രോളിൽ നിറയുന്നത് എന്നതാണ് എടുക്കേണ്ടത്. എന്തുകൊണ്ട് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നു എന്നതാണ്. 620 രൂപ വിദഗ്ധ തൊഴിലാളിക്ക് ഒരു ദിവസം ജയിലിനകത്ത് ലഭിക്കുമെങ്കിൽ കേരളത്തിലെ മറ്റു മേഖലകളിൽ ജോലി ചെയ്യുന്നവരുടെ കൂലി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. കശുവണ്ടി തൊഴിലാളികളുടെ ഒരു ദിവസത്തെ വേതനം എന്നത് 538 രൂപയാണ്. കേരളത്തിലെ കയർ തൊഴിലാളികളുടെ ഒരു ദിവസത്തെ വരുമാനം എന്നത് 468 രൂപയാണ്. പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് 458 രൂപ കുറഞ്ഞ ശമ്പളം കൊടുക്കണം ഒരു ദിവസം എന്നതാണ് നമ്മുടെ നിയമം. ആശാ വർക്കർമാർ, ഒരു പക്ഷേ ഈ കേരളം കണ്ട ഏറ്റവും വലിയൊരു പ്രതിഷേധ സമരത്തിന് നമ്മുടെ നിയമസഭാ മന്ദിരമൊക്കെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയൊക്കെ വേദിയായത് ഈ ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടായിരുന്നു. അവർക്ക് കൂട്ടിക്കൊടുക്കാൻ തുകയില്ല എന്ന് പറഞ്ഞ സർക്കാർ കൂടിയാണ്. അവിടെ ആശാ വർക്കർമാരുടെ ഒരു ദിവസത്തെ വേതനം 400 രൂപയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം ഈ കഴിഞ്ഞയിടെയാണ് ഉയർത്തിയത്. അങ്ങനെ ഉയർത്തിയപ്പോൾ പോലും അവരുടെ ഒരു ദിവസത്തെ വരുമാനം എന്നത് 369 രൂപ ആണ് എന്നതാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ ജയിലിൽ 620 രൂപ ഒരു തടവുകാരന് ശിക്ഷിക്കപ്പെട്ട ആളിന് ലഭിക്കുന്നു എന്നത് ചർച്ചയാകുന്നത്. അതുമാത്രവുമല്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉയർത്തിയത് എന്ന സംശയം കൂടി ഉയരുന്നുണ്ട്. അതായത് സാധാരണ നിലയിൽ നമുക്കറിയാം, ഈ ജയിലിൽ കഴിയുന്നവർ, അറിഞ്ഞോ അറിയാതെയൊക്കെ തെറ്റ് ചെയ്യുന്നവർ ഉണ്ടാകും. അവരെ ശിക്ഷിക്കുന്നതിനോടൊപ്പം അവർ നല്ല മനുഷ്യരായി പുറത്തിറങ്ങുക എന്നത് തന്നെയാണ് ജയിൽ ശിക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അവർ ചെയ്യുന്ന ജോലിക്ക് കൂലി കൊടുക്കട്ടെ, അതിനൊന്നും ആർക്കും വിയോജിപ്പുണ്ടാകും എന്ന് തോന്നുന്നില്ല. അവർ തിരുത്തി സമൂഹത്തിൻ്റെ ഭാഗമാകട്ടെ, അധ്വാനത്തിൻ്റെ വില അവർ തിരിച്ചറിയട്ടെ. അപ്പോഴും ഈ ജയിൽ വകുപ്പ് നൽകിയിട്ടുള്ള ശുപാർശ എന്നത് 350 രൂപ കൂട്ടണം എന്നതായിരുന്നു. അതിനൊരു ആനുപാതികമായ കണക്കോ പഠനങ്ങളോ ഒക്കെ ഉണ്ടാകുമല്ലോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ശുപാർശയെ മറികടന്നുകൊണ്ട് കുത്തനെ കൂട്ടിയത്? അവിടെയാണ് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമൊക്കെ മുന്നിൽ ഇല്ലേ? അതുകൊണ്ടാണോ ഈ 350 രൂപ എന്നതിനെ കുത്തനെ കൂട്ടിയത് എന്ന ചോദ്യമുയരുന്നു. ഈ ശുപാർശ ചെയ്യപ്പെട്ടതിനേക്കാൾ ഏതാണ്ട് ഇരട്ടിത്തുകയാണ് നൽകിയത് എന്നതാണ്. ഒരുപക്ഷെ ഞാൻ നേരത്തെ പ്ലേ ചെയ്ത ഒരു കാർഡിൽ ഈ ജയിലുകളുടെ വരുമാനം എന്നതിൽ ദിവസക്കൂലി 63 രൂപയായിരുന്നു എന്ന് സൂചിപ്പിച്ചു. ആ 63 രൂപ 620 രൂപയായി മാറുമ്പോൾ എത്ര വർധനമാണ്, എത്ര ശതമാനം വർധനമാണ് വരുത്തിയത്? എന്തിനാണത് എന്നതാണ് ചോദ്യം. എന്തായാലും ഒരു കാര്യം എടുത്തു പറയാം, മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ജയിൽ പുള്ളികൾക്ക് ഏറ്റവും കൂടുതൽ ദിവസവേതനം നൽകുന്ന സംസ്ഥാനത്തിലും ഇപ്പോൾ കേരളം 1-ാം സ്ഥാനത്താണ്. ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ജനങ്ങളുടെ പ്രതികരണം എന്താണ്? ആ പ്രതികരണത്തിലേക്ക് പോകാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.